നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് സിറ്റുവേഷൻസും തമ്മിലുള്ള കറൻറ്റ് എനർജി എന്താണെന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഡിവൈൻ കേട്ടോ, നിങ്ങളുടെ മാനസിക വിഷമം, നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം ഡിവൈൻ കേട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു എനർജിയാണ് നമ്മൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെല്ലാം പുരോഗതി വേണം, സമാധാനം, സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് ആയിട്ട് എഴുതുക. ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അക്ഷരങ്ങളുടെ മാജിക്ക്, അക്ഷരങ്ങളുടെ എനർജി തീർച്ചയായും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. 100% നിങ്ങൾ അഫർമേഷൻസ് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ എഴുതി മുന്നോട്ടേക്ക് പോയിക്കോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. നിങ്ങൾ അറിയാതെ ഒരു മിറാക്കിൾ പോലെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചിങ് ഉണ്ടാവുന്നത്. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നല്ലൊരു ഗൈഡൻസ് തേടുക. നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എൻഡ് ആവുന്ന സാഹചര്യങ്ങൾ അടുത്ത് തന്നെ കണക്റ്റഡ് ആകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ആവശ്യമുള്ളവർ ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. 5 of Wandsൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികം ഈഗോ ക്ലാഷിങ് എനർജിയാണ് അവിടെ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടും തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജിയിൽ ഒരുപാട് ബ്ലോക്കേജുകൾ, തടസ്സങ്ങൾ കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് അവിടെ കണക്റ്റഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റിയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു റിലേഷനിലേക്കാണ് ഇവർ കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ ഒരു റിയൂണിയൻ പ്രസൻസ് ആണ്. ഒരു മാരേജ് ഓഫറിൻ്റെ എനർജി കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിൻ്റെ എനർജി അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആണ്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള 1-2 എനർജികൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു രീതിയിലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകാൻ, നല്ല രീതിയിലുള്ള ഒരു പ്രസൻസ് അവരിൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു കറൻറ്റ് ടൈമിങ് അവർക്കുണ്ടാകുന്നില്ല. തെറ്റിദ്ധാരണകളുടെ പ്രസൻസും ചീറ്റിംഗ് പ്രസൻസൊക്കെ അവരിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വിട്ടുപോകാൻ സാധ്യതയാണ് 100% കാണുന്നത്. അതായത് ഇത് മുന്നോട്ടേക്ക് പോകുന്നൊരു തേർഡ് പാർട്ടി പ്രസൻസ് ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ലക്ഷ്യങ്ങൾ നല്ല രീതിയിലുണ്ട്. ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് അവർക്ക് തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ വൈബ് കറക്റ്റ് അല്ല. പ്രോബ്ലംസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ റിലേഷന് മുൻപുണ്ടായിരുന്ന ഒരു പക്ഷേ വളരെയധികം സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്താണെങ്കിൽ ഈ ഒരു റിലേഷനിൽ ഒരു പക്ഷേ ചില എനർജികളിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഫാമിലി ലൈഫാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന വ്യക്തികളുടെ തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് കണക്റ്റഡ് ആകുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയാണ്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഫാമിലി ലൈഫിൻ്റെ ഒരു മാരേജ് എനർജിയുടെ പ്രസൻസും അവർക്കിടയിൽ എന്തൊക്കെയോ കോൺഫ്ലിക്റ്റുകളും സെപ്പറേഷനും സംഭവിച്ചിരുന്ന സാഹചര്യം കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു റിയൂണിയൻ പ്രസൻസിലേക്ക് ഒരു റിലേഷൻ തേർഡ് സിറ്റുവേഷൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു മധ്യസ്ഥത ലീഗൽ പരമായിട്ടോ അതല്ലെങ്കിൽ മറ്റു പൗരോഹിത്യ സ്ഥാനത്തിരിക്കുന്ന മതപരമാകുന്ന റിലീജിയനെ കണക്റ്റ് ചെയ്തുള്ള ആരുടെയെങ്കിലുമൊക്കെയോ, അല്ലെങ്കിൽ ഒരു വാക്കിന് വിലയുള്ള ഒരാൾ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു പേഴ്സൻ്റെയോ ഒരു മധ്യസ്ഥതയുടെ എനർജിയിൽ ബേസ് ചെയ്ത് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒന്നിലധികം പ്രശ്നങ്ങൾ ഒരു രീതിയിൽ സഹകരിച്ചു പോകാനോ നല്ല രീതിയിൽ ഒരു കണക്റ്റഡ് ആവാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നിന്നും കാര്യങ്ങളെ ഒത്തുതീർപ്പിലേക്ക് എത്തിച്ച് നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്.
കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് കേട്ടോ. എന്താണെങ്കിലും ഒരു ഡിലേ എനർജിയാണ്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഇവർ സെപ്പറേറ്റഡ് ആയിരുന്നിടത്ത് നിന്നും ഇവർക്കിടയിൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസുകളും തെറ്റിദ്ധാരണകളും അങ്ങനെ കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആയിരുന്ന എനർജിയിൽ നിന്നുമാണ് ഈ ഒരു സാഹചര്യം ഇപ്പം റീയൂണിയനിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി ഉണ്ട്. അതായത് സ്വന്തം കാര്യം നോക്കുക, അല്ലെങ്കിൽ സ്വയം ഒരു പ്രൊട്ടക്ഷൻ എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി ഈ വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ചില ക്യാരക്ടറുള്ള വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് എപ്പോഴും നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ, എപ്പോഴും ശത്രുശല്യം വളരെ ശക്തമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെ ചെന്നാലും പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ എനർജി കാണിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു പൂർവ്വകർമ്മയെ ബേസ് ചെയ്താണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത്. പക്ഷേ എന്നാൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തിയാണ്. ഈ വ്യക്തിയോട് മറ്റുള്ളവർക്ക് അട്രാക്ഷനും അസൂയയും തോന്നിക്കുന്ന ഒരു പ്രൗഡുള്ള വ്യക്തി കൂടിയാണ്. ഇതെല്ലാ രീതിയിലും നോക്കുമ്പോഴും നല്ലതും ചീത്തയുമാകുന്ന ഒരുപാട് എനർജികൾ ഈ ഒരു വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും തേർഡ് സിറ്റുവേഷൻസ് എന്നത് ഒരു റീയൂണിയൻ പ്രസൻസ് ആണ്, ഒരു സെക്കൻഡ് ചാൻസ് എനർജിയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണലി വീണ്ടും കണക്റ്റഡ് ആയി എങ്കിൽ പോലും അവർക്കിടയിൽ എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഈഗോ എനർജി കാണിക്കുന്നുണ്ട്. തേർഡ് സിറ്റുവേഷൻസുമായിട്ടൊരു പൂർണ്ണമായിട്ടും അങ്ങ് അടിമപ്പെടുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഇതിലൊക്കെ അവിടെ വലിയൊരു ബുദ്ധിമുട്ട്, ബൗണ്ടറിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന അത്രയും ആഴത്തിൽ ആ ഒരു എനർജി പോകുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു ദീർഘവീക്ഷണം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇത് മുന്നോട്ടേക്ക് പോകുന്നതല്ല എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഇവർക്കിടയിൽ എപ്പോഴും അഭിപ്രായ ഭിന്നതയുണ്ട്. രണ്ടുപേരും പവർഫുള്ളായ, അതായത് വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത തരത്തിലുള്ള രണ്ട് പേഴ്സണാലിറ്റിയാണ്. ഒരാൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ സഹിക്കുക, ക്ഷമിക്കുക, ഇതൊന്നും ഈ രണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയും തേർഡ് സിറ്റുവേഷൻസുമായിട്ട് പൊരുത്തപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങളാണ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാനോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാനോ മനസ്സിലാക്കാനോ ഒന്നും തയ്യാറാവാതെ ഒരു ഫൈറ്റിംഗ് മൈൻഡ്, ഞാനാണ് വലുതെന്നുള്ളൊരു ഭാവത്തിൽ എപ്പോഴും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ഇതിനകത്ത് ഫെമിനിയൻ എനർജിയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ഒരു വെൽത്ത് എനർജിയുള്ള, കുറച്ച് ഹെൽത്ത് പവർഫുള്ളായ ഒരു ഹെൽത്ത് എനർജി ഉള്ളൊരു പേഴ്സണെയും, അതുപോലെ നിങ്ങളുടെ വ്യക്തിയിൽ അടുത്ത മസ്കുലൻ എനർജിയിലേക്ക് നോക്കുമ്പം അതും പവർഫുള്ളായതും സ്ട്രോങ് ആയതും കുറച്ച് ദേഷ്യവും വാശിയും അതുപോലെ തന്നെ ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു കൂടുതൽ ഗൗരവം കൂടിയ ഒരു എനർജിയോട് കൂടിയതാണ് മസ്കുലൻ എനർജി. അപ്പം ഇവർ തമ്മിൽ പൊരുത്തപ്പെടുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പുറമെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. അതായത് ഒരു വിശ്വാസക്കേട് കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു അവിശ്വാസമാണ്. ഒരു വിശ്വാസം എന്ന് പറയുന്നതോ സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി അല്ല. ശരിക്കും ഈ ഒരു ബന്ധത്തിൽ നടന്നിരിക്കുന്ന റീയൂണിയൻ പോലും ഒരു അബദ്ധമെന്ന് പറയാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. പാസ്റ്റിൽ ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയിടത്ത് നിന്നും കൂടി ചേർന്നത് ഒരു പോസിറ്റീവ് എനർജിയിലേക്കല്ല വന്നിരിക്കുന്നത്. കൂടുതൽ വഷളാകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത്. കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാതെ അങ്ങ് പോകുന്നുണ്ടെങ്കിലും ശ്വാസം അടക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഇതിനകത്ത് ഫെമിനിയൻ എനർജി ബ്യൂട്ടി ആൻഡ് വെൽത്ത് എനർജിയാണ് കേട്ടോ. ശരിക്കും ഒരു പക്ഷേ അവർ നിൽക്കുന്ന സ്ഥാനത്ത് നല്ല രീതിയിൽ സാമ്പത്തികം വരുന്ന ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി പ്രൗഡായ ഒരു സ്റ്റെബിലിറ്റി ഉള്ള സിറ്റുവേഷൻസ് ആവാം. എന്താണെങ്കിലും ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അത് ഒരിക്കലും ഒരാൾ ഉപേക്ഷിച്ചാലോ വീണു പോയാലോ അവിടെ ഒരു തകർച്ച വരാതെ ഉയർത്തെഴുന്നേറ്റ് പോകാൻ പറ്റുന്ന വിധം സാമ്പത്തിക ഭദ്രതയുള്ളൊരു സിറ്റുവേഷൻസാണ്. പക്ഷേ ഇമോഷണലി ഓക്കെ അല്ല, മനസ്സുകൊണ്ടൊരു സംതൃപ്തി ഇല്ല. എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെയൊക്കെ എനർജിയാണ്. ശരിക്കും കർമ്മ നേരിടുന്ന ഒരു അവസ്ഥയാണ്. കർമ്മയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശനിയുടെ പ്രസൻസ് ആണ്. ശരിക്കും അവിടെ ഒരു ജസ്റ്റിസ് നടക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അനുഭവിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിട്ടുവീഴ്ചകളില്ലാതെ
വാല്യൂ ഇല്ലാതെ, അതായത് ഒരു റെസ്പെക്റ്റ് ലഭിക്കാതെ, വാക്കിനു വേണമെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും ആ വ്യക്തിയുടെ സ്ഥാനത്തിനാണെങ്കിലും യാതൊരു രീതിയിലും നിങ്ങളുടെ വ്യക്തിക്ക് വാല്യൂ ലഭിക്കാതെ വെറുതെ ഒരു നിസ്സഹായതയോടുകൂടി കുറച്ച് ഈഗോയും സെൽഫിഷ് മൈൻഡോടുകൂടി നിൽക്കാമെന്ന് മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇമോഷണലി ഒരിക്കലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മറ്റു പല കാര്യങ്ങളെയും കണക്ട് ചെയ്ത് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയുള്ളൊരു എനർജിയാണ്, കൺഫ്യൂസ്ഡ് എനർജിയാണ്. അതായത് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ, ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ആ തേർഡ് സിറ്റുവേഷൻസിൽ ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റാരുടെയൊക്കെയോ പ്രസൻസ് ഉണ്ട് സ്ട്രോങ് ആയിട്ട്. അവർക്ക് നല്ലൊരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ഉണ്ട്. ഭയമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ ഒരു വൈരാഗ്യം തീർത്തിരിക്കുന്നതാണ് ഈ ഒരു റീയൂണിയൻ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു റീയൂണിയൻ്റെ പ്രസൻസ് ഒരു പക്ഷേ പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ഒരു വൈരാഗ്യം തീർക്കലിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ കാണാൻ സാധിക്കുകയുള്ളൂ. മൂൺ എനർജിയാണ്, നിൽക്കുകയാണ്, കോൺഫ്ലിക്റ്റ് ആണ്, രക്ഷപ്പെടാനും പറ്റുന്നില്ല, മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്, ശ്വാസം മുട്ടിയുള്ളൊരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതായത് സ്വപ്നം കണ്ടിരുന്നു, എല്ലാം ഓക്കെയാണ്, ഒത്തുതീർപ്പിലൊക്കെ പോസിറ്റീവാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു റീയൂണിയൻ പ്രസൻസ് സ്ട്രോങ് ആണ്, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്ന, ഒരു പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിച്ചിരുന്ന് കാണും. അപ്പോൾ ആ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും തലകുത്തനെ വീണ് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിനകത്ത് പറയുമ്പോൾ നമുക്കുള്ളൊരു കാണാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ റീയൂണിയൻ എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പോലും ഇവർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് ചെറിയ രീതിയിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ നല്ലൊരു ഫ്രണ്ടാണ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളെയും കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവർ റീയൂണിയൻ ആഗ്രഹിച്ചിരുന്നു. അതായത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം, അത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവർ ചെന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസിനെ തന്നെയാണ് അവർ മനസ്സിൽ കരുതിയിരുന്നതും വിചാരിച്ചത്. അപ്പം നിങ്ങളെക്കാൾ വാല്യൂ കൊടുത്തത് തേർഡ് സിറ്റുവേഷൻസിന് തന്നെ ആയിരുന്നു പാസ്റ്റിൽ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ട്. ശരിക്കും ഒരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നു, മാനസിക പ്രശ്നം അനുഭവിക്കുന്നു, ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. വല്ലാതെ മാനസികപരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ശക്തമാകുന്ന ഒരു ബ്ലോക്കേജ് ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഉറക്കം കെട്ട ഒരവസ്ഥയാണ്, രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫൈറ്റിംഗ് ഉണ്ട് കേട്ടോ, ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളും ഫൈറ്റിങ്ങും തടസ്സങ്ങളും ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാനസിക പിരിമുറുക്കമൊക്കെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പൂർണ്ണമായിട്ടും ലോസ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ഒരു സീറോ എനർജിയിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏസ് ഓഫ് കപ്സ് അൺകണ്ടീഷണലായിട്ട്, അതായത് കണ്ണ് കെട്ടിക്കളഞ്ഞ ഒരു പ്രണയം, ഒരു സ്നേഹമാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിച്ചതായിട്ട് കാണുന്നത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് ജസ്റ്റിസ് ആണ്, അവർ അർഹതയുള്ളത് അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും ഈ ഒരു സിറ്റുവേഷൻസിൽ അവർ ആഗ്രഹിച്ചിരുന്നു തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളോട് ചെയ്ത ഒരു വലിയ ചതി, നിങ്ങൾ മതിമറന്ന ആ ഒരു വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്ത് സ്നേഹിച്ച് നിന്നിരുന്നുവെങ്കിൽ നിങ്ങളോട് അവർ വലിയൊരു ചതി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചെയ്തിരുന്നതിൻ്റെ ഫലമാണ് അവർ ഈ കറൻറ്റിലി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഫാമിലിപരമായിട്ടുമെല്ലാം ഈ ഒരു എനർജീനെ കുറിച്ച് ശരിക്കും ശക്തമായിട്ട് ഒരു പക്ഷേ അറിയാമായിരുന്നു കാണും കേട്ടോ. ഫാമിലിയും ഈ ഒരു ബന്ധത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ തേർഡ് പാർട്ടി ഫാമിലിപരമാകുന്ന, അതായത് ആ വ്യക്തിയുടെ ഫാമിലിയെ ബേസ് ചെയ്തുള്ള ആരെങ്കിലും ആയിരിക്കാം.
എന്താണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്തൊരു എന്താ പറയുക, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ ബന്ധത്തിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ വിവാഹം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഈ ഒരു റിലേഷനെ എത്തിക്കാൻ, ഈ തേർഡ് സിറ്റുവേഷൻസിനെ എത്തിക്കാൻ സിംഗിൾ എനർജിയിലൊക്കെ ഉള്ളവരുടെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രതീക്ഷ തകർന്നാണ് നിൽക്കുന്നത്, ചീറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥ അനുഭവിക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ക്ലാരിറ്റി ഇല്ല ഇപ്പം തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള ബന്ധത്തിൽ. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടീനെ ശരിക്കും ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ഫേസ് തിരിച്ച് നിൽക്കുന്നത്, അതായത് ഫേസ് ടു ഫേസ് അല്ല അവർ നിൽക്കുന്നത്. തേർഡ് സിറ്റുവേഷൻസ് മുഖം മറച്ച് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ശരിക്കും ഇവർക്ക് വെട്ടപ്പെടുന്നില്ല, ഇവരുമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. ഇവർക്കിടയിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ്, എന്താണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബന്ധത്തിൽ വരാൻ പോകുന്നത്, എവിടെയാണ് പ്രോബ്ലംസ് എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വല്ലാത്തൊരു ബ്ലോക്കേജിൻ്റെ സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. 2 ഓഫ് സോഴ്സിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് കാലത്തിന് വിട്ടുകൊടുക്കേണ്ട സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ കണ്ണ് കെട്ടിക്കളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാനോ ചിന്തിക്കാനോ സാധിക്കാതെ പോയ സിറ്റുവേഷൻസിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന ഒരു സാഹചര്യം, അതായത് വിധിയെ പഴിക്കേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം കാലത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഒരു വിധിയായിരുന്നു, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട യോഗമുണ്ടായിരുന്നു. ഒരു പക്ഷേ പൂർവ്വജന്മ കർമ്മയായിരിക്കും, അതല്ല എങ്കിൽ മുൻ സമയങ്ങളിലെങ്കിലും നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും മറ്റൊരു തെറ്റിൻ്റെ ഫലമായിട്ടാവാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് സ്ട്രെസ് അനുഭവിക്കുക എന്നൊരു യോഗം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും, ഇൻഡിസിഷൻ, കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക്, അതായത് നല്ലൊരു തിരിച്ചറിവിലേക്കും നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്ന സാഹചര്യത്തിലേക്കും നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ അനുഭവിച്ച എനർജി, പെയിൻ എനർജി, നിങ്ങളുടെ ദുഃഖം, ഇതെല്ലാം നിങ്ങൾക്ക് ഇറക്കി വെച്ച് നിങ്ങൾക്കൊരു സ്റ്റാർ എനർജിയിലേക്ക്, നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോഴും ആ സാഹചര്യത്തെ, ആ വ്യക്തിയെ ഹോൾഡ് ചെയ്ത് നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയുടെ തിരിച്ച് വരവ്, ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്നുവെങ്കിൽ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ച് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് അവസാനിച്ചെടുത്ത് നിന്നാണെങ്കിലും തുടങ്ങണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കർമ്മ എനർജി, അവരുടെ ഒന്നിലധികമുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് മറ്റുള്ള കാര്യങ്ങളോട് തോന്നുന്ന അമിതമായ അഡിക്ഷൻസ്, ഇതെല്ലാം അവരുടെ ലൈഫിലെ തെറ്റാണ്, അവർ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണ് എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി എന്നത് ശരിക്കും അവരോടൊരു പകരം വീട്ടലാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതോ നിങ്ങളോടൊപ്പം അവർ കണക്ട് ചെയ്തതോ ആയ ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് ഇന്നത്തെ എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും അവരെ പരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരെ ശരിക്കും ശിക്ഷിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നതായിട്ട് കാണുന്നത്.